വെനസ്വേലയിലേക്ക് അമേരിക്ക നടത്തിയ കടന്നുകയറ്റം വലിയ ഞെട്ടലോടെയാണ് ലോകം കണ്ടതും കേട്ടതും. അനുകൂലിച്ചും പ്രതികൂലിച്ചും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ സംഗമങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ നടന്നു. വെനസ്വേലയിലെ അധിനിവേശത്തിന് പിന്നാലെ കൊളംബിയയെയും ലക്ഷ്യമിടുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊളംബിയയിലെ സർക്കാരിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത്തരമൊരു നടപടി തനിക്ക് നല്ലതായി തോന്നുന്നു എന്നും ട്രംപ് പറഞ്ഞു. കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന, അത് അമേരിക്കയിലേക്ക് വിൽക്കുന്ന രോഗിയായ ഒരാളാണ്. അദ്ദേഹം അധിക നാൾ ഭരിക്കില്ല. ഓപ്പറേഷൻ കൊളംബിയ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ക്യൂബയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ക്യൂബ സ്വയം വീഴുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ക്യൂബയ്ക്കായുള്ള ആക്രമണത്തിനായി കാത്തിരിക്കൂ എന്ന് ട്രംപിന്റെ അനുയായിയും അമേരിക്കൻ സെനറ്ററുമായ ലിൻഡ്സി ഗ്രഹാം പറഞ്ഞു. ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ രാജ്യമാണ് എന്നും അവർ ക്രിസ്ത്യാനികളെയും പുരോഹിതന്മാരെയും കൊലപ്പെടുത്തി എന്നും അദ്ദേഹം ആരോപിച്ചു. അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം വെനസ്വേലയിൽ വീണ്ടും ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇടക്കാല പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയെ കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ നിക്കോളസ് മദുറോയുടെ വിധിയുണ്ടാകുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എണ്ണയ്ക്ക് വേണ്ടിയാണോ അതോ ഭരണമാറ്റത്തിന് വേണ്ടിയാണോ വെനസ്വേലയിലെ ആക്രമണങ്ങൾ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സമാധാനത്തിന് വേണ്ടി എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. നിലവിൽ അമേരിക്കൻ അധിനിവേശത്തിൽ 40ഓളം പേരാണ് വെനസ്വേലയിൽ കൊല്ലപ്പെട്ടത്. ജനുവരി 3 പുലർച്ചെയാണ് മദുറോയെയും ഭാര്യയെയും അമേരിക്കൻ സേന ബന്ദിയാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു അദ്ദേഹത്തെയും ഭാര്യയെയും ബന്ദിയാക്കിയ വിവരം ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. ഇതിനുശേഷം വെനസ്വേല US ഭരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. മദുറോയ്ക്കെതിരെ കടുത്ത വകുപ്പുകളാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. നാർക്കോ ടെററിസം ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, യന്ത്രത്തോക്കുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വയ്ക്കൽ, US-നെതിരെ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മദുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും വെനസ്വേലയ്ക്ക് പിന്നാലെ ഇപ്പോൾ അമേരിക്ക മറ്റൊരു ലക്ഷ്യം കൂടി ഇടുന്നു എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് കൊളംബിയയെ ലക്ഷ്യമിടാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ലോകം ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നത്.